നമസ്കാരം. ഇന്ന് നമ്മൾ 3 ഈ ഈ പിന്നെ മൈക്രോ ക്യാപ് കമ്പനികളെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇവരുടെ ഒരു ബിസിനസ് മോഡൽസ് എന്ന് പറയുന്നത് കറക്റ്റ് ടെക്നിക്കലി സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആണ്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള 3 കമ്പനീസിനെ പറ്റിയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു വളർച്ച അല്ലെങ്കിൽ അവരുടെ CAGR എന്ന് പറയുന്നത് മറ്റു പല കമ്പനികളെയും കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ഹൈ ആയിട്ട് നിൽക്കുന്ന 3 കമ്പനികളാണ്. ആദ്യമായിട്ട് പറയുന്നത് ഈ മുദ്ര എന്ന് പറയുന്ന ഒരു കമ്പനി. നമുക്കെല്ലാവർക്കും അറിയാം ഡിജിറ്റൽ സൈനിങ്ങിനെ പറ്റിയിട്ട് പല സോഫ്റ്റ്വെയർസിനും മറ്റും നമുക്ക് ട്രാവൽ അതുപോലെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് ഈ ഡിജിറ്റൽ സൈൻസ് ചെയ്യേണ്ടി വരുന്നുണ്ടെന്ന്. ഇപ്പോൾ ഡോക്യുസൈൻ എന്നുള്ള പറഞ്ഞിട്ടുള്ള ആപ്പെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഡോക്യുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർസ് പല ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഡോക്യുസൈൻ പോലുള്ള ഒരു കമ്പനിയാണ് ഇത് ഈ മുദ്ര എന്ന് പറയുന്നത്. ഈ മുദ്രയുടെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ പിന്നെ എന്താ പറയുക, അവർ ലൈസൻസ് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്സ് ഇൻ ഇന്ത്യ അണ്ടർ ഇറ്റ്സ് ഈ മുദ്ര ബ്രാൻഡ്. ദ കമ്പനി ഈസ് ലൈസൻസ്ഡ് ബൈ ദ കൺട്രോളർ ഓഫ് സർട്ടിഫൈങ് അതോറിറ്റീസ്, മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓപ്പറേറ്റ് അണ്ടർ ദ ഗൈഡ്ലൈൻസ് സെറ്റ് ബൈ ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ചിട്ട് നമുക്ക് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യാൻ ഉതകുന്ന സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. ഇനി അവരുടെ കീ പോയിന്റ്സ് പറഞ്ഞാൽ ലാർജസ്റ്റ് സർട്ടിഫൈങ് അതോറിറ്റി ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് സർട്ടിഫൈങ് അതോറിറ്റിയാണ്. ബിസിനസ് വെർട്ടിക്കൽസ് ഫസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ റവന്യൂ വരുന്നത് 34% റവന്യൂ അവർക്ക് കഴിഞ്ഞ വർഷം കൊടുത്തിരിക്കുന്നത് ഡിജിറ്റൽ ട്രസ്റ്റ് സർവീസിലൂടെയാണ്. അടുത്തത് എൻ്റർപ്രൈസ് സൊല്യൂഷൻസ് എന്നുള്ള 66% കൊടുത്തിരിക്കുന്നത് എൻ്റർപ്രൈസ് സൊല്യൂഷൻ. ദ കമ്പനി എൻ്റർപ്രൈസ് സൊല്യൂഷൻസ് ആർ മേജർലി ഡിവൈഡഡ് ഇൻ 3 broad categories wise: signature workflow solutions for paperless office, authorization solutions, and public key infrastructure solutions. As part of this offering, the company provides capabilities such as passwordless authorization that differ users from the challenges and security risks associated with weak and forgotten credentials. അതായത് ഫുള്ളി സോഫ്റ്റ്വെയർ റിലേറ്റഡ് ഐറ്റംസ് അവർ പിന്നെ ഡെവലപ്പ് ചെയ്തിട്ട് അവർ കമ്പനികൾക്കും മറ്റും ഇത് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിനെ അടക്കമുള്ള മറ്റുള്ള പേർക്കും അസിസ്റ്റ് ചെയ്യുന്നത്. അവരുടെ ന്യൂ പ്രോഡക്റ്റ് ഈ മുദ്ര ലോഞ്ച് ന്യൂ പ്രോഡക്റ്റ് ഓഫ് Discovery in 2023 to manage the life cycle of SLS and TLS certificates, keys used for security, enterprises, IT infrastructure, and for protecting personal data. അതുപോലത്തെ പിന്നെ ഡൈവേഴ്സ് ആപ്ലിക്കേഷൻസിനെ പറ്റിയാണ് പറയുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നത്. ഇതിൽ അവർ ഇൻഡസ്ട്രി മിക്സ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ്റിന് 30%, BFSI 21%, അതുപോലെ പ്രൈവറ്റ് സെക്ടർ 48%. പിന്നെ ഇവരുടെ ഇൻകം എവിടെ നിന്നാണ് അവരുടെ റവന്യൂ കിട്ടുന്നത്? ഇന്ത്യയിൽ നിന്ന് 64% റവന്യൂ ആണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണലി 36% ഇൻ്റർനാഷണലി ആണ് ഇപ്പോൾ അവർ കിട്ടുന്നത്. ഇത് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നൊരു കമ്പനിയാണ്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ റുപ്പീസ് മില്യണിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇയർ 2021 1316 ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇയർ 2024 അത് റൈസായിട്ട് ഇപ്പോൾ ഇതുവരെയൊക്കെ ആകുമ്പോഴേക്കും 3731 മില്യണായി റവന്യൂസ് ആൻഡ് ഫ്രം ഓപ്പറേഷൻസ്. പിന്നെ അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിന് ശേഷമുള്ള പ്രോഫിറ്റ് പറയുകയാണെങ്കിൽ ഇയർ 2021 254 ആയിരുന്നു. അത് ഇയർ 2024 ഇപ്പോൾ ഇതുവരെയൊക്കെ ആകുമ്പോഴേക്കും 764 ഇപ്പോഴേക്കിന് ആയിട്ടുണ്ട്. ഇനി അതുപോലെ ഏണിംഗ് ബിഫോർ ടാക്സ് ഡിപ്രീസിയേഷൻ എല്ലാം പറയുകയാണെങ്കിലും അതും 2021 408 ആയിരുന്നു. അതിപ്പോൾ 2024 1165 മില്യണായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സും ഇതിൻ്റെ ഒരു CAGR നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഹൈ ആയിട്ട് 44% ഹൈ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവരുടെ കീ ബിസിനസ് ഇൻഡിക്കേറ്റേഴ്സ് പറയുകയാണെങ്കിൽ എൻ്റർപ്രൈസ് സൊല്യൂഷൻസും ട്രസ്റ്റ് സൊല്യൂഷൻസും. ഈ കളറിലെ എൻ്റർപ്രൈസ് സൊല്യൂഷൻസും ഈ കളത് ട്രസ്റ്റ് സൊല്യൂഷൻസാണ്. അത് 643 672 ആയിരുന്നു. ഇത് ഇപ്പോഴേക്കും ട്രസ്റ്റ് സൊല്യൂഷൻസിൽ നിന്ന് അവർക്ക് 1044 അതുപോലെ തന്നെ എൻ്റർപ്രൈസ് സൊല്യൂഷൻസ് 2687 മില്യണായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി റവന്യൂ മിക്സ് ജിയോഗ്രഫിയിൽ ഇന്ത്യ റവന്യൂ ഈ കളറാണ് കൊടുത്തിരിക്കുന്നത്, പിങ്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. 1061 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഗ്ലോബൽ സർവീസ് 255 ആണെങ്കിൽ ഈ ഒരു വർഷമായപ്പോഴേക്കും അതിൻ്റെ ഗ്ലോബലി അവരുടെ ഇൻകം കൂടാനും ഇന്ത്യ ഓൾമോസ്റ്റ് അത് സ്റ്റേബിളായിട്ട് നിൽക്കാനും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ റവന്യൂ കോൺസെൻട്രേഷൻസ് ടോപ്പ് 5 ആൻഡ് ടോപ്പ് 10 ഇതിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ആദ്യത്തെ 10 കമ്പനികളോ അതിന് ശേഷമുള്ള കമ്പനികൾക്കും തന്നിരിക്കുന്ന ഇതാണ് കാണിക്കുക. എൻ്റർപ്രൈസ് സൊല്യൂഷൻസ് ഓപ്പറേഷണൽ പെർഫോമൻസ്
റവന്യൂ, ഗവൺമെൻറ്, വ്യവസായം, പ്രൈവറ്റ് സെക്ടർ, അത് ഓരോ സെക്ടർ എന്നുള്ള റവന്യൂസ് എടുക്കുന്ന പാർട്ണർ. ഇതും അതുപോലെ തന്നെ റവന്യൂ ബ്രേക്കപ്പ് പാർട്ണർ ഓർ ഡയറക്റ്റ് റവന്യൂ ബ്രേക്കപ്പ് ബൈ പ്രോഡക്റ്റ്, എക്സിസ്റ്റിംഗ് ന്യൂ കസ്റ്റമർ വാല്യൂ, ഓപ്പറേഷൻ സൊല്യൂഷൻസ്, ഔട്ട്ബുക്ക്. ഇതെല്ലാം ഇവരുടെ ഫിനാൻഷ്യൽ എവിടെ നിന്ന് കിട്ടുന്നതെന്നുള്ള ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓരോ സെഗ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് എല്ലാം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കമ്പനിയാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു മറ്റു മാർക്കറ്റ് ക്യാപ്പ് 7,156 ആണ്. കറണ്ട് പ്രൈസ് 864 ആണ്. 928 ഹൈ വന്നിരുന്നു, പിന്നെ ഇപ്പോഴത് 864 കിടക്കുന്നത്. ROCയും ROEയും 17%, 14% ആണ്. പിന്നെ അതുപോലെ പ്രൊമോട്ടർ ഹോൾഡിങ് 54% ആണ്. ഇനി ഇവരുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ മാക്സിമം ചാർട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഒരു ഭയങ്കര ഇവരുടെ ഹൈ 2022 252 ആണെങ്കിൽ ഇപ്പോൾ അത് അറൗണ്ട് 864 റുപ്പീസിലോട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇവരുടെ കമ്പനി റെഡ്യൂസ്ഡ് ഡെപ്റ്റ് ഇല്ല, ഡെപ്റ്റ് ഫ്രീ ആണ്, ഗുഡ് ക്വാർട്ടറാണ്. CAGR ലാസ്റ്റ് ഇയേഴ്സിനെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നു. പിയർ കമ്പനീസ് നോക്കുകയാണെങ്കിൽ ബാക്കി ഒരു പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോസ് മാത്രം നോക്കുകയാണെങ്കിൽ 92.66 ആണ്. ഇതിൻ്റെ ജസ്റ്റ് തൊട്ടടുത്തുള്ള കോമ്പറ്റീറ്റേഴ്സിന് ഒന്നും ഇതില്ല. പിന്നെ ഇതിൻ്റെ PB ഫിൻടെക്കിന് മാത്രമാണ് 1065 ഉള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവരുടെ ഒരു ROCയും നോക്കുകയാണെങ്കിൽ 1.75 ഉള്ളൂ. ഇവിടെ ഈ മുദ്ര അതുകൊണ്ട് 17.66 ആണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് RateGain ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. RateGain ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനി നമുക്ക് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവൽ ലീഡിങ് സാസ് സോഫ്റ്റ്വെയർ ആസ് സർവീസ് കമ്പനിയാണ്. ലീഡിങ് സാസ് പ്ലെയർ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം വെർട്ടിക്കൽ. അവർ ഈ ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടേഴ്സ് വരുന്ന കമ്പനികൾക്കോ ഹോട്ടൽസ്, ചെയിൻസ്, മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ്. ഇനി ഇവരുടെ ബിസിനസ് സെഗ്മെൻറ്റ് ഡാറ്റ ആസ് സർവീസസ് 33% ഇൻ ഇയർ 2024. അത് ഡാറ്റ സർവീസാണ് അവർ കൊടുക്കുന്ന ഒരു കമ്പനി. 29% ആയിരുന്നു 2023. ഇത് സെഗ്മെൻറ്റ് കാച്ചസ് ആൻഡ് പ്രോസസ് പ്രൈസ് ഡാറ്റ ടു അസിസ്റ്റ് ഹോട്ടൽസ്, ട്രാവൽ പ്രൊവൈഡേഴ്സ് ടു സ്റ്റേ കോമ്പറ്റേറ്റീവ് ആൻഡ് മാക്സിമൈസ് റവന്യൂ ബൈ യൂസിങ് പ്രോപ്പർട്ടി ടെക്നോളജി ആൻഡ് API റിലേഷൻസ് വിത്ത് മെയിൻ OTAs, ഹോട്ടൽ ചെയിൻസ്, കാർ റെൻ്റൽ കമ്പനീസ്, വെക്കേഷൻ റെൻ്റൽ ആൻഡ് ക്രൂയിസ് ലൈൻസും. അതായത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർസും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ 22% ഇൻ ഇയർ 24 ആൻഡ് 34% 22. ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻറ്റിൽ അവർ കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ അവൈലബിലിറ്റി, റേറ്റ്സ്, ഇൻവെൻട്രി, കണ്ടൻറ്റ് ഫ്രം ദ അക്കോമഡേഷൻ as well as the transmission, reservation and the information from the OTAs back to the information back to the accommodation providers. It links about 191,000 properties to around 400 channels as two product services in the space RateGain. ഇത് ഇവരുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻസിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മാർക്കറ്റിംഗ് ടെക്നോളജി ഇത് സെഗ്മെൻറ്റ് പ്രൊവൈഡേഴ്സ് ആൻഡ് എൻഡ് ടു എൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്യൂട്ട് ടു മാനേജ് ദ ബ്രാൻഡ് പ്രസൻസ് ഓഫ് ഹോട്ടൽസ് അക്രോസ് സോഷ്യൽ മീഡിയ ആൻഡ് മൈക്രോ മെറ്റാ സെർച്ച് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഗൂഗിൾ ആൻഡ് അഡ്വർടൈസ്. ഇത് AI റിലേറ്റഡ് ആയിട്ടുള്ള ഇവരുടെ ടെക്നോളജീസ് കൊടുത്തിട്ട് നമ്മളൊരു സെർച്ചിങ്ങും മറ്റു കാര്യങ്ങളും സോഷ്യൽ മീഡിയസിൽ അഡ്വർടൈസ് ചെയ്യുക, അതുപോലെ സെർച്ചിങ്ങെല്ലാം വരുമ്പോഴും അവർ കൊടുത്തിരിക്കുന്ന കമ്പനികളെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള ചെയ്യാനുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. പ്രസൻസ് അക്രോസ് ദ എൻ്റർ വാല്യൂ ചെയിൻ. അവർ ഗ്ലോബലിയും ഇന്ത്യയും ഗ്ലോബലായിട്ട് അവരുടെ വാല്യൂ ചെയിൻസ് ആണ് കാണിക്കുന്നത്. നോർത്ത് അമേരിക്കയിൽ 56% ആണ്, ഏഷ്യ പസഫിക് 11% ആണ്, യൂറോപ്പിൽ 30% ആണ്, അതുപോലെ അതേഴ്സ് 3% ആണ്. ഇനി ഇവരുടെ ഒരു ഇൻകം ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തന്നെ റവന്യൂ ഇൻ മില്യൺ ഫ്രം കോൺടാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ് 3,987 മില്യൺ ആയിരുന്നെങ്കിൽ ഇത് 5,651 മില്യൺ ആയിട്ട് 2023 എത്തിയിട്ടുണ്ട്. ഏണിംഗ് ബിഫോർ ഇൻട്രക്സ് ആൻഡ് ടാക്സ് ഇൻ മില്യൺസിൽ നോക്കുകയാണെങ്കിലും 287 ഉണ്ടായിരുന്നു, 846 ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ നെറ്റ് ക്ലാഷ്, നെറ്റ് വർത്ത് ഇതെല്ലാം കൂടിയിട്ടുണ്ടെന്നുള്ള ഒരു ഹൈ ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ് ഈ ഡാറ്റാസിൽ പോയി നോക്കണം. ബിസിനസ് ബൈ ബിസിനസ് സെഗ്മെൻറ്റ്, ഡാസ്, ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റ്, ഓരോ ഡോക്യുമെൻ്റ്, ഡാറ്റ സാസ് സർവീസിനും ഓരോന്നിലുള്ള സെഗ്മെൻറ്റിൽ ഇവർ കാണിക്കുന്ന ഇൻകമാണ് കാണിക്കുന്ന. ട്രാവൽ ടൈപ്പ് ബിസിനസ്സും ലേഷറിലും ബിസിനസ്സും 93% ജിയോഗ്രഫി, നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ പസഫിക് ആൻഡ് അതേഴ്സ്. ഓരോ സെഗ്മെൻറ്റിലും ഇവർ കിട്ടുന്ന
ഇൻകം എവിടെ നിന്നാണ്, റവന്യൂ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചാർട്ടും മറ്റു കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് 9,453 crore കറണ്ട് പ്രൈസ് 802 ആണ്. 922 വന്നിട്ട് ഇപ്പോൾ 802 ആയിട്ട് വന്നിട്ടുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 48.2% ആണ്. നെറ്റ് പ്രോഫിറ്റ് 145 crore ആണ്. അപ്പോൾ പ്രെഡിക്റ്റഡ് പെർസെൻറ്റേജ്, അതായത് ഇവർ സ്റ്റോക്സ് തന്നെ വെച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോണൊന്നും എടുത്തിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളാണ് 0 ആയിട്ട് കാണിക്കുന്നത്. ഇനി ഇവരുടെ ഗ്രാഫ് മാത്രം നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ഒരു വോളറ്റൈൽ നമുക്കിവിടെ ഫീൽ ചെയ്യാവുന്നതാണ്. 821 875 വന്നതിന് ശേഷം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു, 659 വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വോളറ്റൈൽ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ കമ്പനീസിനോണ്ടും ഒരു കുറച്ച് സ്ട്രോങ് ആയ ആൾക്കാർ മാത്രമേ ഇത് എന്ത് ചെയ്യുന്നു, പെട്ടെന്നൊരു ഹൈ വോളറ്റൈലാണെന്ന് മാത്രം ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഇനി അടുത്തായുള്ള കമ്പനിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഇക്സിഗോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പറയുക ട്രാവൽ മറ്റു കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്യുന്നൊരു ആപ്പ് പലപ്പോഴും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ പലപ്പോഴും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനിയും ഇതിന് പോലെ തന്നെ വളരെയധികം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയ കമ്പനിയാണ്, വളരെയധികം ഡെവലപ്പ് ചെയ്യുന്നൊരു കമ്പനിയാണെന്ന് മാത്രം ഈ ഒരു കമ്പനിയെ പറ്റി പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിലും ബാക്കി കീ പോയിൻറ്റ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ 2016 ഇവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, തുടങ്ങിയിരിക്കുന്നത്. ലീഡിങ് ഓൺലൈൻ ട്രാവൽ ഏജൻസി ആൻഡ് എക്സിക്യൂട്ടീവ് ലീഡിങ് ഓൺലൈൻ ട്രാവൽ ഏജൻസി ഇൻ നെക്സ്റ്റ് ബില്യൺ യൂസേഴ്സ് വിത്ത് ഹയസ്റ്റ് മന്ത്ലി അഡ്വൈസ് യൂസേഴ്സ് എമം ഓൾ കീ OTAs ആസ് സെപ്റ്റംബർ. അതായത് എക്സിക്യൂയുടെ ലീഡിങ് ഓൺലൈൻ നമ്മൾ ഈ ബുക്കെല്ലാം ചെയ്യുന്ന ഇതുപോലത്തെ കമ്പനിയാണ്. എക്സിക്യൂസ് ട്രാൻസാക്ഷൻ ഗ്രോത്തിനെ പറ്റിയ ഗ്രോ ആയിട്ട് CAGR 139.4% 21 to 24. അതായത് ഇതിൻ്റെ ഒരു ഹൈ ആയിട്ടുള്ളൊരു CAGR നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ സർവീസസ് മറ്റേ സെർച്ച്, ബുക്ക്, പേ ആൻഡ് ട്രെയിൻ ടിക്കറ്റ്സ് അക്രോസ് ഇന്ത്യ, ഫുൾഫിൽമെൻറ്റ് ടിക്കറ്റ്സ് ഡെലിവേർഡ് വയ ഇമെയിൽ, SMS ആൻഡ് വാട്സപ്പ് ഫീച്ചേഴ്സ്, റിയൽ ടൈം ട്രെയിൻ ട്രാവൽ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഇൻഫോർമേഷൻ ആൻഡ് പോസ്റ്റ് സെയിൽ സപ്പോർട്ട്, മാർക്കറ്റ് ഷെയർ. എക്സിഗോ ആൻഡ് കൺഫേം ടിക്കറ്റ് കളക്റ്റീവ്ലി ഹാഡ് എ മാർക്കറ്റ് ഷെയർ ഓഫ് അറൗണ്ട് 51% ഇൻ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ്. റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ ബുക്ക് ചെയ്യുന്ന ഒരു കമ്പനികളിലൊന്നാണ് ഇവർ എന്ന് അറിയാൻ പറ്റുന്നതാണ്. ഇവരുടെ അതുപോലെ തന്നെ ഫ്ലൈറ്റ്സ് മൊബൈൽ ആപ്പ് ഉണ്ട്. ന്യൂ ലഞ്ച് ഈസിക പ്ലാൻ, ഈസിക അഷ്വർഡ് ഫ്ലെക്സ് പ്ലാൻ എന്ന് പറയുന്നത് AI ബേസ്ഡ് ട്രാവൽ പ്ലാനർ ദാറ്റ് ഹെൽപ്സ് ട്രാവൽ പ്ലാൻ ദർ ട്രിപ്സ് വിത്ത് ഡീറ്റെയിൽ ഇറ്റിനറീസ് ആൻഡ് റിയൽ ടൈം ഡെസ്റ്റിനേഷൻ ഇൻഫോർമേഷൻ. അതെല്ലാം ഇവർ ഇത് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇവരുടെ സർവീസ് വൈസ് ഫ്ലൈറ്റ് ടിക്കറ്റ് 36.5% ആണ്, ട്രെയിൻ ടിക്കറ്റ് 47%, ബസ് ടിക്കറ്റ് 16% ആണ്, മാർക്കറ്റ് ഷെയർ 66% ആണ്. ഇതൊക്കെയാണ് ഇവരുടെ ഒരു കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈയൊരു എന്താ പറയുക, ഈ ഒരു കമ്പനി ഒരു വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കമ്പനിയാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ബട്ട് ഇത് IPO കഴിഞ്ഞ് പെട്ടെന്ന് ഇതായിരിക്കുന്നൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളിത് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ വെരിഫൈ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്.